ഗുരുനാഥൻ അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. അങ്ങനെ ഒരുപാട് പ്രതിഭാശാലികൾ ഈ മേഖലയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരാൽ കഴിയുന്ന പ്രബോധനം പണ്ഡിതന്മാരുടെ ഗുരുത്വത്തിൽ പൊരുത്തത്തിൽ ചെയ്തു വരുന്നു. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒച്ചത്തിൽ സ്വലാത്ത് ചൊല്ലണം. അതിന്റെ ഗുണം എന്താണ് എന്ന് ആമുഖത്തിൽ ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരോട് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലി, ആ സ്വലാത്ത് ചൊല്ലിയാൽ തമാശയിൽ പോലും കളവ് പറയാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു മലക്കിനെ അള്ളാഹു സൃഷ്ടിക്കുകയാണ്. നിങ്ങളൊക്കെ ഒന്ന് മനതലത്തിൽ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങളാൽ കഴിയുന്ന ഒരു മനസ്സിലെ ഒരു പദ്ധതി. ആ മലക്ക് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ആ സ്വലാത്ത് ചൊല്ലുന്നത് അവിടെ നിന്ന് പറന്നുയരുകയാണ് മദീനയിലേക്ക്. അവിടെ ചെന്നിട്ട് പറയുന്നു, നബിയെ, ഇത് ഇന്നടത്തു നിന്ന് ഇന്നാള് ചൊല്ലിയ സ്വലാത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വലാത്ത് ചൊല്ലിയവനെ ആ മലക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ലോകാന്ത്യം വരെ ആ മലക്ക് ആ സ്വലാത്ത് ചൊല്ലിയവന് വേണ്ടി പാപമോചനത്തിന് ദുആരക്കുമെന്ന് ആമിന ബീവിയുടെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ തന്നെ എത്ര മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ഈ സദസ്സ് പിരിയുമ്പോ നമുക്കൊരു ഗുണമുണ്ടാകണം. അതുകൊണ്ട് സ്വലാത്ത് പേര് പറയുമ്പോഴൊക്കെ നിങ്ങൾ ആവേശത്തിൽ ചൊല്ലിയാൽ അത് എനിക്കും ആവേശമായി. മറ്റൊന്ന്, സുന്നത്ത് ജമാഅത്തിന്റെ വേദി. പറ്റുന്നവരൊക്കെ തലമറയ്ക്കാൻ തൊപ്പിയുള്ളവർ ഒന്ന് തലമറയ്ക്കുക. ഇനി തൊപ്പിയില്ലെങ്കിൽ കർച്ചീഫ് ഉള്ളവർ ആ കർച്ചീഫ് കൊണ്ട് ഒന്ന് തലമറയ്ക്കുക. നമ്മുടെ സദസ്സ് ഭംഗിയാണ്. ഒരൊറ്റ കസേര പോലും കാലിയാകരുത്, കാലിക്ക് കിടക്കരുത് എന്ന ഒരു ആഗ്രഹം വിനീതനായി എനിക്കുണ്ട്. കാരണം ഇവിടുത്തെ സംഘാടകർ, ഇതിന്റെ നേതൃത്വം വളരെ കഷ്ടപ്പെട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു വണ്ടിയൊക്കെ കൊണ്ടുവന്ന് കസേരയൊക്കെ അവിടെയൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പൊ ആളുകൾ വന്നാൽ അത് എടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അവർക്ക് ഇരിക്കാനുള്ള സംവിധാനവും നമ്മൾ ചെയ്തു കൊടുക്കണം. ഇവിടെയൊക്കെ കുറച്ച് കസേര ഇങ്ങനെ ഫില്ലാവാതെ കിടക്കുന്നു. അപ്പൊ ആ സൈഡിലിരിക്കുന്നവർ ഇങ്ങോട്ട് മാറി ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാല് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ അവിടെ കസേര ഫില്ലാവാതെ കിടക്കും. അപ്പോൾ വരുന്നവർക്ക് അവിടെ കയറി ഇരിക്കാം. അത് സദസ്സിന്റെ ഒരു ഭംഗിയാണ്. അത് നമുക്ക് റസൂലുള്ളാഹിനോട് ചെയ്യാൻ കഴിയുന്ന ആ സദസ്സ് മദീനയിൽ നിന്ന് നമ്മുടെ നേതാവ് കാണുമ്പോൾ അവിടത്തേക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സമ്മാനമാണ്. അതുകൊണ്ട് പരമാവധി ആ കാലിക്ക് കസേരയിടാതെ എല്ലാവരും അങ്ങോട്ടൊന്ന് കയറിയിരുന്നാൽ അതൊരു ഭംഗിയായിരിക്കും. മറ്റൊരു കാര്യം, ഇവിടെ വന്ന സാധാരണക്കാരോട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ഒരു നിയ്യത്ത്, അല്ലാഹുവേ, ലോകത്തെ എല്ലാവരും, എല്ലാ സത്യവിശ്വാസികളും കൊതിച്ച, വളരെയേറെ ആഗ്രഹിച്ച സദസ്സാണ് പ്രവാചക പ്രകീർത്തന സദസ്സ്. എല്ലാ ഔലിയാക്കളും എല്ലാ മഹാന്മാരും വളരെയേറെ ആഗ്രഹിച്ച ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുന്നു. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, എന്റെ ഭൗതികവും ആത്മീയവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ സദസ്സ് നീ ഒരു പരിഹാരമാക്കി തരണേ അല്ലാഹ് എന്ന ഒരു നിയ്യത്ത് എല്ലാവരുടെയും ഹൃദയത്തിൽ ഒന്ന് വെക്കണം. കാരണം പണ്ഡിത മഹത്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്ക് ചോദിച്ചാൽ അറിയാം. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള കാരണത്തിൽ മഹാന്മാര് പഠിപ്പിക്കുന്നു, എനിക്ക് ചോദിക്കുമ്പോൾ അത് കിട്ടും എന്ന ഒരു പ്രതീക്ഷ വേണം. അങ്ങനല്ലേ ഉസ്താദ്? പണ്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനാ സംഗമം നടന്നു. അവിടെ കോരിച്ചൊരിയുന്ന മഴ പെയ്തത്രേ. അതിൻ്റെ അകത്ത് ഒരാൾ മാത്രം കുട പിടിച്ചു തിരിച്ചു വന്നത്ര. കാരണം അദ്ദേഹത്തിന് മാത്രമാണ് വിശ്വാസം ഉണ്ടായിരുന്നത് അവിടെ മഴ പെയ്യും എന്നത്. അങ്ങനെ കുടയില്ലാതെ പോകുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. അതുകൊണ്ട് ഇതെനിക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണ്. കാരണം സാധുവായ എന്റെ അനുഭവത്തിൽ തന്നെ എത്രയോ ആളുകൾ വിളിച്ച് മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ നീങ്ങിയത് സാധുവായ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ ഇന്നും ഓർക്കുന്നു, ബഹ്റൈനിൽ ഞാൻ തിരൂർ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ബഹ്റൈനിൽ നിന്നൊരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കണ്ടു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ഒരു ഉമ്മ. അല്ലാഹു ആ ഉമ്മയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ അത്ര വലിയ മഹത്വമുണ്ട് നബിതങ്ങളെ പ്രകീർത്തിക്കുന്ന സദസ്സിന്. അത് പ്രസംഗിക്കുന്നവരുടെ മഹത്വമല്ല, അത് പറയപ്പെടുന്ന വിഷയത്തിന്റെ മഹത്വമാണ്. അല്ലാഹു നമുക്ക് നേരിൽ കാണാനും
നമ്മുടെ കിനാവിൽ കാണാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും പറയും ദുആരക്കാൻ ഒരുപാട് സദസ്സുകളിൽ പോകുമ്പോൾ അവസാനം ഒരുപാട് ആളുകൾ പറയും ഞങ്ങൾക്ക് വലിയ കൊതിയാണ് മദീനയിൽ കിടന്ന് മരിക്കാൻ, ആ മദീനയുടെ മണ്ണ് ഉമ്മ വെച്ചുറങ്ങാൻ ഞങ്ങൾക്ക് വലിയ കൊതിയാണെന്ന് പറയുന്ന ഒരുപാട് ഉമ്മമാർ വാപ്പമാർ. അള്ളാഹു അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അള്ളാഹു മദീനയിൽ ഖബറൊരുക്കട്ടെ. അതിന് ഉപയുക്തമാകുന്ന സദസ്സാക്കി അള്ളാഹു ഇത് നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ലോകത്ത് ഏറ്റവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് എത്രയോ ജേതാക്കൾ കടന്നുപോയി, ലോകത്ത് എത്രയോ നേതാക്കൾ കടന്നുപോയി. നിങ്ങൾ ഒന്ന് ഹൃദയത്തിൽ കൈവച്ച് ചിന്തിച്ചു നോക്കൂ. ഇതുപോലെ അനുകരിക്കപ്പെട്ടിട്ടുള്ള, ഇതുപോലെ പഠന വിധേയമാക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് ലോകത്തിൽ ഇന്നേതുവരെ കടന്നുപോയിട്ടില്ല. മഹാത്മാഗാന്ധിജി ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണ്. എബ്രഹാം ലിങ്കൺ അമേരിക്കയ്ക്ക് മറക്കാൻ കഴിയാത്ത ഭരണാധികാരിയാണ്. ലോകം മുഴുവനും മടക്കി ഭരിച്ച, അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ആളാണ് അലക്സാണ്ടർ ചക്രവർത്തി. എത്രയോ പ്രതിഭകളെ കുറിച്ചും എത്രയോ ലോക സയന്റിസ്റ്റുകളെ കുറിച്ചും ഒക്കെ പഠനങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോഴും അവിടുന്നൊക്കെ വ്യത്യസ്തനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുമ്പോ അവിടുത്തെ എത്ര താടിരോമം നരച്ചിട്ടുണ്ടായിരുന്നു ചരിത്രത്തിലെ രേഖയാണ്. അവിടുത്തെ